മിഡിൽ ഈസ്റ്റിൽ സംഘർഷം തുടരുമ്പോൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറക്കാത്ത നിലപാടുകളും പ്രസ്താവനകളും സ്വർണ്ണവിപണി പ്രവചനങ്ങളെയും അപ്രസക്തമാക്കുകയാണ്. അതിനിടയിൽ പ്രധാന വാർത്തകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു. വരുമാഴ്ചയിലെ സ്വർണ്ണവിപണി നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും വിശദ വാർത്തകളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ബുധനാഴ്ച FOMC മീറ്റിംഗ് മിനിറ്റ്സ്, വ്യാഴാഴ്ച കോർ PCE, വെള്ളിയാഴ്ച കോർ CPI തുടങ്ങിയ സാമ്പത്തിക ഡാറ്റകൾ വിപണിക്ക് പ്രധാനമാണ്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് 14,920, തൃശൂർ എറണാകുളം 14,890 എന്നീ നിരകളിലാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് 1,07,040 രൂപയായിരുന്നു. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 5/4/2026 പവന് 1,10,680, ഗ്രാമിന് 13,835. വരുമാഴ്ചയിലെ സ്വർണ്ണവിപണി നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 27% വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും 59% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 20%വും 21%വും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 53%വും 20%വും ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകൾ വ്യക്തമായൊരു സൂചന നൽകാതിരിക്കുമ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകർ വരുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. തിങ്കളാഴ്ചയോടെ ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഇറാൻ ഇപ്പോൾ ചർച്ചകൾ നടത്തുകയാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. കരാറിലേക്ക് എത്തിയില്ലെങ്കിൽ എല്ലാം തകർക്കുമെന്ന് പതിവ് പോലെ അദ്ദേഹം ഭീഷണി മുഴക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടു. അത്യാസന്ന നിലയിലാണ് തുടങ്ങിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ടിലെ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളുടെ ഉയർച്ചാ സാധ്യതക്കപ്പുറം നിലവിലെ സാഹചര്യങ്ങളിൽ വരാനിരിക്കുന്ന ആഴ്ചയിലെ US സാമ്പത്തിക ഡാറ്റകൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സ്ഥിതിയിൽ വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തുക പ്രയാസകരമാണ്. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.